നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ തെക്കൻ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ 41 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. മരിച്ചവരിൽ 2 മലയാളികൾ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. തമിഴ്നാട്ടുകാരും വടക്കേ ഇന്ത്യക്കാരായ ചിലരും മരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. രാജ്യത്തെ ഔദ്യോഗിക മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീ പിടിച്ചതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൻഗഫ് ബ്ലോക്ക് 4-ലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. ഇന്ന് വെളുപ്പിന് 4 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്നായിരുന്നു ആദ്യത്തെ പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ അദാൻ, ജാബർ, മുബാറക് എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. സമീപത്തുള്ള പല ആശുപത്രികളിലായി നിരവധി പേർ ചികിത്സയിലാണ്. താഴത്തെ നിലയിൽ തീ പടർന്നത് കണ്ട് മുകളിൽ നിന്ന് ചാടിയവരുമുണ്ട്. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഫയർ എഞ്ചിനുകളും രക്ഷാപ്രവർത്തനം സ്ഥലത്തെത്തിയിരുന്നു. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള NTPC എന്ന കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന 6 നില കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മലയാളികൾ ഉൾപ്പെടെ 195 പേർ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ മുറിയിൽ നിന്നാണ് തീ പടർന്നത്. ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ആവശ്യമായ വൈദ്യചികിത്സയ്ക്കായി അടുത്തുള്ള നിരവധി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കെട്ടിടത്തിന് തീപിടിച്ച് പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ മെഡിക്കൽ ടീമുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. തീപിടുത്തത്തിൽ പരിക്കേറ്റ 43 വ്യക്തികൾക്ക് ആരോഗ്യ മന്ത്രാലയം സമഗ്രമായ വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. അൽ അദാൻ ഹോസ്പിറ്റലിൽ 21 കേസുകൾ, അൽ ഫർവാനിയ ഹോസ്പിറ്റലിൽ 6, അൽ അമീരി ഹോസ്പിറ്റലിൽ 1, മുബാറക് ഹോസ്പിറ്റലിൽ 11, ജാബർ ഹോസ്പിറ്റലിൽ 4 എന്നിങ്ങനെയാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം. അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കി അടിയന്തര തീവ്ര പരിചരണവും നൽകുന്നതായി മെഡിക്കൽ ടീമുകൾ വിശ്രമമില്ലാതെ പ്രയത്നിക്കുകയാണ്. പരിക്കേറ്റവരുടെ അവസ്ഥ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും സാധ്യമായ മികച്ച ചികിത്സാ സേവനങ്ങൾ നൽകുന്നതിനും ബന്ധപ്പെട്ട ആശുപത്രികളുമായി അധികാരികൾ ബന്ധപ്പെടുന്നുണ്ട്. സംസ്ഥാന വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് 43 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 15 പേരെങ്കിലും ചികിത്സയ്ക്കായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി കുവൈറ്റ് പോലീസിൽ നിന്നുള്ള ഈദ് റഷീദ് ഹമാസ് കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കണക്കുകൾ ഇതുവരെ അന്തിമമായിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയതായും എന്താണ് കാരണമെന്ന് അന്വേഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. മലയാളി ഉടമയായ NBTC ഗ്രൂപ്പിന്റേതാണ് ഫ്ളാറ്റ്. പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.